Hi students, welcome back to Social Science Classroom. We are discussing 10th chapter Democracy and Rights. In the chapter, we firstly discussed about the difference between democratic government and non-democratic government. Okay. Thereafter, we discussed about the right. Today, we are going to the next subheading, human right. Did you read the previous topic? Did you read? May I ask one question? Tell me one merit of democratic government. Tell me one merit of democratic government. Can you answer? Yes. Respects the opinion of people. In the democratic government, there I respect the opinion of people. Okay. Then let's go to next subheading, human right. ഹെഡിങ്ങിൻ്റെ താഴെ കുറച്ച് റിപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? പൊല്യൂഷൻ ഓഫ് പെരിയാർ, പീപ്പിൾ വറീഡ്. പെരിയാർ നദി മലിനമായിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ പരിഭ്രാന്തിയിലാണ്, ഭയത്തിലാണ്. ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ഹൈ ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അസംഘടിത മേഖലയിൽ, തൊഴിൽ മേഖലയിൽ ചൂഷണം വളരെ കൂടുതലാണ്. ഡിസംബർ 10 all set to observe human right day. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ ഇൻ ദ ഫൈവാക് ഫാക്ടറീസ് ഇൻ ശിവകാശി. ശിവകാശിയിലെ ഫാക്ടറിയിൽ കുട്ടികൾക്ക് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില പത്ര റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ചില ക്യാപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? നോക്കാം നമുക്ക്. ഒബ്സർവ് ദ കൊളാഷ് ഗിവൺ അബോ. മുകളിൽ തന്നിരിക്കുന്ന കൊളാഷ് നോക്കുക. ഈ വിവിധ റിപ്പോർട്ടുകൾ കാണിച്ചിട്ടുള്ള ഈ കൊളാഷ്. സം സിറ്റുവേഷൻസ് റിലേറ്റഡ് ടു ദ ഡിനിയൽ ഓഫ് റൈറ്റ് ആൻഡ് അറ്റംപ്റ്റ്സ് ഫോർ ദിയർ പ്രൊട്ടക്ഷൻ ആർ ഹൈലൈറ്റഡ്. എന്താണ് അതിൽ പറയുന്നത്? ചില ആളുകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതും അത് സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആളുകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് ഈ കൊളാഷുകളിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. വയലേഷൻ ഓഫ് റൈറ്റ്സ് ടിഗേഴ്സ് അറ്റംപ്റ്റ്സ് ടു പ്രൊട്ടക്ട് ദം. എന്താണ്? അവകാശങ്ങൾ നിഷേധിക്കുന്നത് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇൻ മോഡേൺ ടൈംസ് റൈറ്റ്സ് ആർ കോമൺലി റെഫേർഡ് ആസ് ഹ്യൂമൻ റൈറ്റ്. ഇന്നത്തെ കാലത്ത് അവകാശങ്ങൾ എന്നുള്ളത് പൊതുവെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശങ്ങൾ എന്ന പേരിലാണ് ഇന്ന് അവകാശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. ഓക്കെ. ഹ്യൂമൻ റൈറ്റ്സ് ആർ ദിസ് റൈറ്റ്സ് ദാറ്റ് എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു. എല്ലാ ജനങ്ങളുമായും ബന്ധപ്പെട്ട അവകാശങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള അവകാശങ്ങളാണ് എന്ത്? ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു അല്ലേ? എല്ലാവരും ആ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അങ്ങനെയുള്ള അവകാശങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്. Here are a few rights included in the Universal Declaration of Human Rights, which came to existence on 10th December 1948. 1948 ഡിസംബർ 10 നിലവിൽ വന്ന അന്തർദേശീയ മനുഷ്യാവകാശ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില അവകാശങ്ങൾ ഇവിടെ താഴെ തന്നിരിക്കുന്നു. അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ചില അവകാശങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഒന്ന്, റൈറ്റ് ടു ലിവ്, ജീവിക്കാനുള്ള അവകാശം വേണം. ദെൻ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസോസിയേഷൻ, സംഘടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ഒക്യുപ്പേഷൻ, തൊഴിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു പ്രിസർവ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ്, നമ്മുടെ സംസ്കാരവും ഭാഷയും ഒക്കെ സംരക്ഷിക്കപ്പെടാനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യാവകാശങ്ങളാണ്, പ്രധാനപ്പെട്ട മനുഷ്യാവകാശങ്ങളാണ്.
ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം വേണം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വേണം. അതുപോലെ തന്നെ സംഘടിക്കാനുള്ള അവകാശം വേണം. ഒക്യുപ്പേഷനുള്ള, തൊഴിൽ ചെയ്യാനുള്ള അവകാശം വേണം. അതുപോലെ തന്നെ സംസ്കാരം, ഭാഷ, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ്, ഇതെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം വേണം. ഇതൊക്കെ മനുഷ്യാവകാശങ്ങളുടെ ഭാഗമാണ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു സ്പെഷ്യൽ ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ്? അഡീഷണൽ റീഡിംഗ് ആണ്. ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശത്തിൻ്റെ ആഗോള പ്രഖ്യാപനം അല്ലേ? മനുഷ്യാവകാശത്തിൻ്റെ അന്തർദേശീയ പ്രഖ്യാപനമാണ് അല്ലേ? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. എന്താണ് ഇതിൽ പറയുന്നത്? ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്. അന്തസ്സിലും അവകാശങ്ങളിലുമൊക്കെ തുല്യരായിട്ടാണ് എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. ദേ ആർ എൻഡോവ്ഡ് വിത്ത് റീസൺ ആൻഡ് കോൺഷ്യൻസ് ആൻഡ് ഷുഡ് ആക്ട് ടുവാർഡ്സ് വൺ അനദർ ഇൻ എ സ്പിരിറ്റ് ഓഫ് ബ്രദർഹുഡ്. എന്താണ്? ദേ ആർ എൻഡോവ്ഡ്, അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, വിത്ത് റീസൺ ആൻഡ് കോൺഷ്യൻസ്, ബോധത്തോടു കൂടി അതുപോലെ തന്നെ യുക്തിയോട് കൂടി തന്നെ നൽകപ്പെട്ടിട്ടുണ്ട്. ഷുഡ് ആക്ട് ടുവാർഡ്സ് വൺ അനദർ, അവർ പരസ്പരം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ഇൻ എ സ്പിരിറ്റ് ഓഫ് ബ്രദർഹുഡ്, പരസ്പരം സഹോദരന്മാരാണ് എന്ന രീതിയിൽ അവർ പരസ്പരം പ്രവർത്തിക്കേണ്ടതുണ്ട്. ദെൻ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ ബാക്കിൽ നമ്മൾ പോയിന്റ്സ് തന്നല്ലേ? യൂണിവേഴ്സൽ ഹ്യൂമൻ ഡിക്ലറേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹ്യൂമൻ റൈറ്റിൻ്റെ പോയിന്റ്സ് തന്നതിൻ്റെ താഴെ എന്താ നോക്കുക? ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ടേക്കൻ എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ടു പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ് അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. The most prominent among them is the formation of the National Human Rights Commission and State Human Rights Commission. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ദേശീയ തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചു, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചു എന്നുള്ളത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. ഓക്കെ, ഇനി ഇവിടെ സൈഡ് ബോക്സിൽ എന്താണ്? റൈറ്റ് ടു ലിവ് അല്ലേ? ജീവിക്കാനുള്ള അവകാശം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? റൈറ്റ് ടു ലിവ് മീൻസ് ദ റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. എന്താണ് റൈറ്റ് ടു ലിവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ജീവിക്കാനുള്ള അവകാശം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്തസ്സോടു കൂടി ജീവിക്കാനുള്ള അവകാശമാണ്. പ്യുവർ എയർ, ശുദ്ധമായ വായു ലഭിക്കണം. പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ, ശുദ്ധമായ കുടിവെള്ളം ലഭിക്കണം. സഫിഷ്യൻറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്, ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം ലഭിക്കണം, എക്സെട്ര കെയിം അണ്ടർ ദ റൈറ്റ് ടു ലിവ്. അതൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ശുദ്ധമായ വായു ലഭിക്കാനുള്ള അവകാശമുണ്ട്, ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാനുള്ള അവകാശമുണ്ട്, ശുദ്ധമായ ന്യൂട്രീഷ്യസ് ഫലപുഷ്ടമായ അല്ലെങ്കിൽ പോഷകസമ്പുഷ്ടമായ ആഹാരം ലഭിക്കാനുള്ള അവകാശമുണ്ട്. അതെല്ലാം ചേരുന്നതാണ് റൈറ്റ് ടു ലിവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താ? പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ഹ്യൂമൻ റൈറ്റ് ടു ബി ഡെലിവേർഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി ഓൺ ഹ്യൂമൻ റൈറ്റ്. മനുഷ്യാവകാശ ദിനത്തിൽ സ്കൂളിലെ അസംബ്ലിയിൽ മനുഷ്യാവകാശത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള ഒരു പ്രസംഗം തയ്യാറാക്കാനാണ്. ഓക്കെ, The next subheading, National Human Rights Commission, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. നോക്കാം. The formation of National Human Rights Commission is an important step in the direction of protecting human rights at the national level. ദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നു എന്നുള്ളത്. The commission constituted under the Human Rights Protection Law passed by the Parliament in 1993. 1993 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തെ അടിസ്ഥാനമാക്കി രൂപീകരിച്ചിട്ടുള്ളതാണെന്ത്? മനുഷ്യാവകാശ കമ്മീഷൻ. The commission comprises of 5 members including the chairman. ചെയർമാൻ ഉൾപ്പെടെ 5 മെമ്പർമാരാണ് ഈ കമ്മീഷനിൽ ഉണ്ടാകുന്നത്. ഒരു ചെയർമാൻ ഉൾപ്പെടെ 5 ആളുകളാണ് ഈ കമ്മീഷനിലെ അംഗങ്ങളായിട്ടുള്ളത്. A retired Chief Justice of Supreme Court will be the chairman of commission. ഈ കമ്മീഷൻ്റെ ചെയർമാൻ ആവാൻ യോഗ്യതയുള്ളത് ആർക്കാണ്?
സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസിനാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആവാനുള്ള യോഗ്യതയുള്ളത്, അല്ലേ? ഇതിൻ്റെ ഫസ്റ്റ് ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ആണ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് NHRC. NHRC എന്ന് പറഞ്ഞാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണ് NHRC. ഓക്കെ. ദെൻ ഫങ്ഷൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, എൻക്വയർ അബൌട്ട് ദ കംപ്ലയിൻറ്റ്സ് റിലേറ്റഡ് ടു ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. മനുഷ്യാവകാശ ധ്വംസനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികളിന്മേൽ അന്വേഷണം നടത്തുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. മനുഷ്യാവകാശ ധ്വംസനങ്ങളെ അല്ലെങ്കിൽ എവിടേക്കാണ് മനുഷ്യാവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കമ്മീഷന് പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് കമ്മീഷൻ്റെ ഒരു ഉത്തരവാദിത്വം. മറ്റൊന്ന്, വിസിറ്റ് ജയിൽസ് ടു സ്റ്റഡി ദ ലൈഫ് സിറ്റുവേഷൻസ് ഓഫ് ഇൻമേറ്റ്സ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ്. ജയിലുകളിൽ സന്ദർശിക്കുകയും ജയിലുകളിലെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. ജയിലിൽ കുറ്റവാളികൾക്ക് പോലും എന്തുണ്ടാവാൻ പാടില്ല? മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ജയിലിൽ തടവറയിൽ കഴിയുന്ന ആളുകൾക്ക് പോലും എന്ത് സംരക്ഷിക്കപ്പെടണം? മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഓക്കെ. ദ നെക്സ്റ്റ്, ഗിവ് നെസസറി ഇൻസ്ട്രക്ഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക. പ്രൊമോട്ട് വോളണ്ടറി ഓർഗനൈസേഷൻ ദാറ്റ് വർക്ക് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വോളണ്ടറി സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. എന്തൊക്കെയാണ്? ഒന്ന്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വയലേഷനുമായി ബന്ധപ്പെട്ട പരാതിമേൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശിച്ച് മനുഷ്യാവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, അതുപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് ആവശ്യമായ റെക്കമെൻഡേഷൻസ് ഇൻസ്ട്രക്ഷൻസ് പൊതുവിൽ നൽകുക, അതുപോലെ തന്നെ വോളണ്ടറി ഓർഗനൈസേഷൻസ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വോളണ്ടറി ഓർഗനൈസേഷൻസ് പ്രോത്സാഹിപ്പിക്കുക. ദ നെക്സ്റ്റ്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷണർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളെ രൂപീകരിച്ചിട്ടുണ്ട്. ദ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ കെയിം ഇൻ ടു ബീങ് 1998. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ചെയർമാനോ ആൻഡ് 2 members. ചെയർമാനും 2 അംഗങ്ങളുമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടാവുക. ഒരു ചെയർമാനും 2 അംഗങ്ങളും ഉൾപ്പെടെ 3 ആളുകളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടാവുക. The functions of State Human Rights Commission is same as that of National Human Rights Commission. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയ്യുന്ന അതേ ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ് ആർക്കുമുള്ളത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉള്ളത്. In instance of violation of human right, we can approach the Human Rights Commission. നമ്മുടെ സംസ്ഥാനത്ത് മനുഷ്യാവകാശ ധ്വംസനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, മനുഷ്യാവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആരെ സമീപിക്കാം? നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാം. ഓക്കെ. ദ നെക്സ്റ്റ് ഹെഡിങ്, ചൈൽഡ് റൈറ്റ്. കുട്ടികളുടെ അവകാശങ്ങൾ. ചൈൽഡ് റൈറ്റ്, കുട്ടികളുടെ അവകാശങ്ങൾ. കുറച്ച് പ്ലക്കാർഡ്സ് പിടിച്ചു നിൽക്കുന്ന കുട്ടികളെ കാണാം അല്ലേ? അവരെന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? ഫസ്റ്റ്, ഐ ഹാവ് ദ റൈറ്റ് ടു മൈ നെയിം ആൻഡ് നാഷണലിസം. എൻ്റെ പേരിലും എൻ്റെ രാജ്യത്തിലും എനിക്ക് അവകാശമുണ്ട്. ദെൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ഇസ് മൈ റൈറ്റ്. സംസാരിക്കാനുള്ള ആശയപ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്. ദെൻ, ഐ ഹാവ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. എനിക്ക് വിദ്യ അഭ്യസിക്കാനുള്ള അവകാശമുണ്ട്. പ്രൊട്ടക്ഷൻ ഫ്രം ചൈൽഡ് ലേബർ ഇസ് മൈ റൈറ്റ്. ബാലവേലയിൽ നിന്നുള്ള സംരക്ഷണം എൻ്റെ അവകാശമാണ് അല്ലേ? അപ്പോൾ കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. നമുക്ക് വായിച്ച് നോക്കാം.
എ ഫ്യൂ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ആർ ഗിവൺ എബവ്. കുട്ടികളുടെ കുറച്ച് അവകാശങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊടുത്തത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട്, റൈറ്റ് അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ, അല്ലേ? അതൊക്കെ കുട്ടികളുടെ അവകാശം. വൈ ഡു ചിൽഡ്രൻ നീഡ് സ്പെഷ്യൽ റൈറ്റ്? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് പ്രത്യേക അവകാശങ്ങൾ ആവശ്യമായി വരുന്നത്? വാട്ട് ആർ ദ റൈറ്റ് ഓഫ് ദ ചിൽഡ്രൻ? എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ? ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ദ ചൈൽഡ്ഹുഡ് മേക്ക് ദ ചിൽഡ്രൻ എലിജിബിൾ ഫോർ സ്പെഷ്യൽ കെയർ ആൻഡ് കൺസിഡറേഷൻ. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് പ്രത്യേക അവകാശങ്ങൾ ആവശ്യമായി വരുന്നത്? കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ, അവർക്ക് പ്രത്യേകമായ കെയറും അതുപോലെ തന്നെ പരിഗണനയും ആവശ്യമായി നൽകുന്നുണ്ട്. അവർ പൂർണ്ണമായും എന്തല്ല, പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഹെൻസ്, അതുകൊണ്ട് തന്നെ ദ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടികളുടെ അവകാശ സംരക്ഷണം വളരെ പ്രധാനമാണ്, അല്ലേ? കുട്ടികൾ എന്തല്ല, പൂർണ്ണമായും കുട്ടികൾ എന്തല്ല, സ്വയം പര്യാപ്തമല്ല. അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവരെ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ പര്യാപ്തമായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായും പര്യാപ്തമാവുന്നത് വരെ അവർക്ക് എന്ത് വേണം? സ്പെഷ്യൽ കൺസിഡറേഷൻ ആവശ്യമാണ്. ആ സ്പെഷ്യൽ കൺസിഡറേഷൻ അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി ചില നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾ പാലിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്നാണെന്ത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. The Right to Education Act of 2009 passed by Indian Parliament highlights this. 2009 ഇന്ത്യ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് RTE ആക്ട്. എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ആ നിയമം എന്ത് പറയുന്നുണ്ട്? കുട്ടികൾക്ക് വിദ്യാഭ്യാസം അവകാശമാണ് എന്ന് പറയുന്നുണ്ട്. It ensures free and compulsory education to children in the age group of 6 to 14. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം അവകാശമായി വകവെച്ച് നൽകുന്ന നിയമമാണെന്ത്? 2009 പാസ്സാക്കിയ RTE നിയമം. ഫേവറബിൾ ലേണിംഗ് എൻവയോൺമെൻറ്റ് ആൻഡ് ബേസിക് ഫെസിലിറ്റീസ് ആർ ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ. അനുയോജ്യമായ പഠന സാഹചര്യങ്ങളും സൗകര്യങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അനുയോജ്യമായ പഠന സാഹചര്യങ്ങളും അതുപോലെ തന്നെ സൗകര്യങ്ങളും ഉണ്ടാവുക എന്നുള്ളത് കുട്ടികളുടെ പഠനാവകാശത്തിൻ്റെ ഭാഗമാണ്. ദെൻ യു ആർ നൗ അവെയർ ദാറ്റ് ദ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആഡ് മോർ റൈറ്റ് ടു ലിസ്റ്റ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്നതിലേക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ അറിവിൽ നിന്നുള്ള കുട്ടികളുടെ അവകാശങ്ങൾ ആഡ് ചെയ്യാനാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? റൈറ്റ് ടു സർവൈവൽ, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. കുട്ടികളെ നിരീക്ഷിക്കാൻ, അവരെ സംരക്ഷിക്കാൻ, അവരുടെ വികസനം ഉറപ്പുവരുത്താനുള്ള അവകാശമുണ്ട്. ദെൻ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ എഗെയിൻസ്റ്റ് ഓൾ കൈൻഡ് ഓഫ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ടോർച്ചർ. മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിൽ നിന്ന് സംരക്ഷണം കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? റൈറ്റ് ഫോർ ന്യൂട്രിയൻ ഫുഡ്, പോഷകാഹാരമുള്ള ഭക്ഷണം ലഭിക്കാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, അല്ലേ? ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ചൈൽഡ് ലേബറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൈൽഡ് ലേബറിനെതിരെയുള്ള അവകാശങ്ങൾ നേരത്തെ നമ്മൾ പ്ലക്കാർഡ് പിടിച്ചപ്പോൾ കണ്ടില്ലേ? ആ അവകാശങ്ങളൊക്കെ നമുക്കിവിടെ പോയിന്റുകളായിട്ട് എഴുതി കൊടുക്കാവുന്നതാണ്. എന്തൊക്കെയാണ് പ്ലക്കാർഡിൽ ഉണ്ടായിരുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ച് ഇസ് മൈ റൈറ്റ്, അല്ലേ? അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഫ്രം ചൈൽഡ് ലേബർ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിനകത്ത് പോയിൻ്റായിട്ട് കൊടുക്കാവുന്നതാണ്. ദെൻ ഡിസ്പൈറ്റ് ഓൾ ദിസ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ ഈ എല്ലാ അവകാശങ്ങൾക്കും അപ്പുറത്ത് ദേ ആർ സബ്ജക്റ്റഡ് ടു വാരിയസ് എക്സ്പ്ലോയിറ്റേഷൻ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം വളരെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. Several actions have been taken at the national and state level for the protection of the right of children. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്.
ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് among them is the formation of the നാഷണൽ ചൈൽഡ് റൈറ്റ് കമ്മീഷൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദേശീയ ചൈൽഡ് റൈറ്റ് ബാലാവകാശ കമ്മീഷൻ. ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്തിനു വേണ്ടി രൂപീകരിച്ചതാണ്? കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെൻറ് രൂപീകരിച്ചതാണ്. ആൻഡ് സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻ, സ്റ്റേറ്റ് ലെവലിലും എന്തുണ്ട്? സ്റ്റേറ്റ് ചൈൽഡ് റൈറ്റ് കമ്മീഷൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷനും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കെതിരെ എന്തെങ്കിലും അതിക്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പരാതിപ്പെടാവുന്ന ഒരു കമ്മീഷനാണ് ഇത് ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ് കമ്മീഷൻ. ഓക്കെ, ഇതിനിവിടെ ഒരാളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥി ആരെന്ന് ഓർമ്മയുണ്ടോ? കുറച്ച് മുമ്പ് പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒരു ഫോട്ടോ ആണ് കൈലാഷ് സത്യാർത്ഥി. ആരാണ്? റിസീവ്ഡ് ദ നോബൽ പ്രൈസ്. നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. ഫോർ ദ പീസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. ഇൻ 2014, 2014 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളാണ് കൈലാഷ് സത്യാർത്ഥി. ഫൗണ്ടർ ഓഫ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. അദ്ദേഹത്തിൻ്റെ സംഘടനയാണിത് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ ഫൗണ്ടറാണ് അദ്ദേഹം. ദാറ്റ് വർക്ക്സ് അഗെയിൻസ്റ്റ് ദ ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബറിനെതിരെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന, ബാലവേലയ്ക്കെതിരെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള കൈലാഷ് സത്യാർത്ഥിക്ക് 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ മറ്റൊരു ബോക്സും കൂടി ഉണ്ടല്ലേ, മലാല യൂസഫ്സായ്. മലാല യൂസഫ്സായ് റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഫോർ പീസ് അറ്റ് ദ ഏജ് ഓഫ് 17 ഫോർ ഫൈറ്റിംഗ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ 17ാമത്തെ വയസ്സിൽ, ഏറ്റവും ചെറിയ പ്രായത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളാണ് മലാല യൂസഫ്സായ്. ഓക്കെ, ഇൻ ഇൻസ്റ്റൻസ് ഓഫ് വയലേഷൻ ഓഫ് ചിൽഡ്രൻസ് റൈറ്റ്, ones can approach child right commission for the redressal and grievances. എന്താണ്? ഏതെങ്കിലും തരത്തിൽ കുട്ടികളുടെ അവകാശങ്ങൾ നിരസിക്കപ്പെടുകയാണെങ്കിൽ, അത് നൽകപ്പെടാതിരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ചൈൽഡ് റൈറ്റ് കമ്മീഷനെ, ബാലാവകാശ കമ്മീഷനെ സമീപിക്കാം. എന്തിനു വേണ്ടിയിട്ട്? അതിലെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ബാലാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മനുഷ്യാവകാശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടികളുടെ അവകാശങ്ങൾ. കുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അല്ലേ? അവരെ അവരുടെ ടാലൻ്റ് അനുസരിച്ച് വളർന്നു വരുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കപ്പെടേണ്ടതാണ്. അതേസമയത്ത് അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കപ്പെടാതിരിക്കുന്നതും അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്. എന്നാൽ അവരെ ബാലവേല പോലെയുള്ള രീതിയിൽ അവരെ ചൂഷണം ചെയ്യുന്നതും കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഈ ക്രൂരത അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് ബാലാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ദെൻ റൈറ്റ് ഓഫ് വുമൺ, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ളത്? ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് വുമൻസ് സെൽഫ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ റൈറ്റ്. ഹൈക്കോർട്ട് എന്താണ്? എല്ലാ സ്ഥാപനങ്ങളും അവിടെ വുമൺ സെൽ ഉണ്ടാക്കണം. എന്തിനാണ്? സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി എല്ലാ സ്ഥാപനങ്ങളും എന്തുണ്ടാക്കണം? വുമൺ സെൽ ഉണ്ടാക്കണം. ആരാണ് പറഞ്ഞത്? ഹൈക്കോർട്ട് പറഞ്ഞതാണ്, ഹൈക്കോടതിയുടെ ഉത്തരവാണ്. ദെൻ നിർഭയ, ലീഗൽ ആക്ഷൻ ടു എൻഷുർ വുമൻ സെക്യൂരിറ്റി. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നിയമപരമായ പരിരക്ഷയാണ് നിർഭയ. ദെൻ സ്പെഷ്യൽ വെയിറ്റിംഗ് റൂം ഫോർ വുമൻ ഇൻ റെയിൽവേ സ്റ്റേഷൻ. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും സ്ത്രീകൾക്ക് പ്രത്യേകമായ വെയിറ്റിംഗ് റൂം വേണം, വിശ്രമ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വേണം. ദെൻ 50% ഓഫ് റിസർവേഷൻ ഫോർ വുമൻ ഇൻ ലോക്കൽ ബോഡീസ് ഓഫ് കേരള. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ 50% സംവരണം ആർക്ക് കൊടുക്കണം? സ്ത്രീകൾക്ക് കൊടുക്കണം. ദെൻ observe the given news headlines that refer to certain actions related to the protection of right of women. എന്താണ്? മുകളിൽ തന്നിരിക്കുന്ന ഹെഡ്ലൈൻസ് നോക്കിയാൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി, അവകാശ സംരക്ഷണത്തിന് വേണ്ടി എടുത്ത ചില നടപടികൾ കാണാൻ സാധിക്കും. ഇൻ 1979 the UNO passed the Convention on Women Right for the Prevention of Discrimination Against Women and for their Uplift.
സ്ത്രീകളുടെ ഉന്നമനത്തിനും അവർക്കെതിരെയുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിനും വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന 1979 വുമൺ റൈറ്റ് ഫോർ പ്രിവെൻഷൻ എന്ന പേരിലൊരു കൺവെൻഷൻ വിളിക്കുകയുണ്ടായി. വാട്ട് ആർ ദ സ്പെഷ്യൽ റൈറ്റ് ഓഫ് വുമൺ? എന്താണ് സ്ത്രീകളുടെ പ്രത്യേകമായ അവകാശങ്ങൾ? എക്സാമിൻ ചാർട്ട് അനലൈസ് ചെയ്യാനാണ്. നോക്കുക എന്തൊക്കെയാണ് സ്ത്രീകളുടെ പ്രത്യേകമായ അവകാശങ്ങൾ. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഈക്വൽ വർക്കിന് ഈക്വൽ പേ ആയിരിക്കണം. ഒരേ തൊഴിലിന് ഒരേ കൂലി എന്നുള്ളതാണ്. ഒരേ ജോലി പുരുഷൻ ചെയ്യുന്നു, സ്ത്രീ ചെയ്യുന്നു. പുരുഷന് കൂടുതൽ കൂലി കിട്ടുന്നു, സ്ത്രീകൾ കുറച്ച് കൂലി കിട്ടുന്നു. അത് ശരിയല്ലല്ലോ. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഈക്വൽ സ്റ്റാറ്റസ് ഇൻ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്പേസ്. രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലെ ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ടാവണം. തുല്യ സ്റ്റാറ്റസ് ഉണ്ടാവണം. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു യൂട്ടിലൈസ് സ്കോളർഷിപ്പ് ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ്. ഓപ്പർച്യൂണിറ്റി, തുല്യ അവസരം ഉണ്ടാവണം. സ്കോളർഷിപ്പും എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസും ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം ഉണ്ടാവണം. ഇക്വാലിറ്റി വിത്ത് മെൻ ഇൻ ഓൾ റെസ്പെക്ട് ഇസ് ദ റൈറ്റ് ഓഫ് വുമൻ. ഇക്വാലിറ്റി വിത്ത് മെൻ ഇൻ ഓൾ റെസ്പെക്ട് ഇസ് ദ റൈറ്റ് ഓഫ് വുമൻ. പുരുഷനൊപ്പം സമമായിരിക്കുക എന്നുള്ളത് സ്ത്രീയുടെ അവകാശമാണ്. ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൻസ് റൈറ്റ്, വുമൻ കമ്മീഷൻ ഫങ്ഷൻ അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയ വനിതാ കമ്മീഷനുണ്ട്, സംസ്ഥാന വനിതാ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. കംപ്ലൈൻറ്റ്സ് റിലേറ്റഡ് ടു ദ ഡിനിയൽ ഓഫ് വുമൻസ് റൈറ്റ് ആൻഡ് അബ്യൂസസ് എഗൻസ്റ്റ് വുമൻ ക്യാൻ ബി സബ്മിറ്റഡ് ടു ദ കമ്മീഷൻ. സ്ത്രീകളുടെ അവകാശങ്ങൾ നിരസിക്കപ്പെടുകയോ സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ആരെ സമീപിക്കാം? ദേശീയ വനിതാ കമ്മീഷനെയോ അതല്ലെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷനെയോ ഒക്കെ സമീപിക്കാവുന്നതാണ്. ദ കമ്മീഷൻ വിൽ പ്രോബ് ഇൻ ടു ദ ഇഷ്യൂ ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. കമ്മീഷൻ ആ പരാതി ഗൗരവമായി പരിഗണിക്കുകയും അതിലുചിതമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ദെൻ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കളക്ട് ന്യൂസ് ആൻഡ് പിക്ചേഴ്സ് റിലേറ്റഡ് ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ റൈറ്റ് ആൻഡ് പ്രിപ്പയർ എ കൊളാഷ്. എന്താണ്? കളക്ട് ന്യൂസ് ആൻഡ് പിക്ചേഴ്സ് റിലേറ്റഡ് ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ റൈറ്റ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും അതുപോലെ തന്നെ ന്യൂസുകളും വാർത്തകളും ശേഖരിക്കുക. അതിന് പ്രിപ്പയർ എ കൊളാഷ്, അത് ഉപയോഗിച്ചുകൊണ്ടൊരു കൊളാഷ് ഉണ്ടാക്കുക. ഓക്കെ. ദ നെക്സ്റ്റ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ്. അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും കടമകളും. റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ്. ആർ വി ബെസ്റ്റോവ്ഡ് ഓൺലി വിത്ത് റൈറ്റ്സ്? നമുക്ക് അവകാശങ്ങൾ മാത്രമാണോ സംരക്ഷിക്കപ്പെടേണ്ടത്? നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതിയോ? നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മതിയോ? ആർ വി ബെസ്റ്റോവ്ഡ് ഓൺലി വിത്ത് റൈറ്റ്സ്? വി ഹാവ് ഡ്യൂട്ടീസ് കറസ്പോണ്ടിങ് ടു ഈച്ച് റൈറ്റ്. ഓരോ അവകാശത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? ഉത്തരവാദിത്തങ്ങളുണ്ട്. എക്സാമിൻ ദ ചാർട്ട്. ചാർട്ട് തന്നിട്ടുണ്ട്, നോക്കുക. റൈറ്റ്, ഫ്രീഡം ഇസ് മൈ റൈറ്റ്. സ്വാതന്ത്ര്യം എന്നുള്ളത് എൻ്റെ അവകാശമാണ്. എന്നാലോ ഓപ്പോസിറ്റിൽ ഷെയറിങ് മൈ ഫ്രീഡം വിത്ത് അതേഴ്സ് ഇസ് മൈ ഡ്യൂട്ടി. എൻ്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് അതെൻ്റെ ഉത്തരവാദിത്വമാണ്. ആസ് എ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇസ് മൈ റൈറ്റ്. ഒരു കുട്ടി എന്നുള്ള രീതിയിൽ സംരക്ഷണം ലഭിക്കുക എന്നുള്ളത് എൻ്റെ അവകാശമാണ്. എന്നാലോ ടു പ്രൊട്ടക്റ്റ് മീ ഇസ് ദ ഡ്യൂട്ടി ഓഫ് മൈ പാരൻസ്. എന്താണ്? എന്നെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ പാരൻസിൻ്റെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്. എനിക്ക് അവകാശമാണ്, പക്ഷെ പാരൻസിന് എന്താണ്? ഉത്തരവാദിത്തമാണ്. കെയർ ഇൻ ഓൾഡ് ഏജ് ഈസ് ദ റൈറ്റ് ഓഫ് പാരൻസ്. വൃദ്ധരാകുന്ന സമയത്ത് അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് രക്ഷിതാക്കളുടെ അവകാശമാണ്. എന്നാലോ ടു ഗിവ് മൈ പാരൻസ് ഡ്യൂ കെയർ ഇൻ ഓൾഡ് ഏജ് ഈസ് മൈ ഡ്യൂട്ടി. എൻ്റെ പാരൻസിന് അവരുടെ വാർദ്ധക്യകാലത്ത് സംരക്ഷണം നൽകുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ബേസിക് ഫെസിലിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ഇസ് മൈ റൈറ്റ്. വിദ്യാഭ്യാസവും അതുപോലെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ലഭിക്കുക എന്നുള്ളത് എൻ്റെ അവകാശമാണ്. ടു ഒബേ ദ റൂൾസ് ഓഫ് സ്കൂൾ ഇസ് മൈ ഡ്യൂട്ടി. എന്നാൽ സ്കൂളിൻ്റെ ചട്ടങ്ങൾ പാലിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്.
ഇൻ കേസ് ഓഫ് വയലേഷൻ ഓഫ് മൈ റൈറ്റ് ഐ ഹാവ് റൈറ്റ് ടു സീക്ക് റെമഡീസ്. എൻ്റെ അവകാശങ്ങൾ നിരസിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ കമ്മീഷനെ സമീപിക്കുക, അതിന് റെമഡി തേടുക എന്നുള്ളത് എൻ്റെ അവകാശമാണ്. സർവീസ് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇസ് മൈ ഡ്യൂട്ടി. സ്റ്റേറ്റിന് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അപ്പോൾ ഓരോ അവകാശത്തിനും ബദലായിട്ട് അപ്പുറത്ത് എന്തുണ്ട്? ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു കുട്ടി എന്നുള്ള രീതിയിൽ സംരക്ഷണം ലഭിക്കുക എന്നുള്ളത് കുട്ടിയുടെ അവകാശമാകുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് പേരൻസിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലേ? ഇനി വലുതാകുമ്പോഴോ, പ്രായമാകുമ്പോൾ പേരൻസിന് സംരക്ഷണം ലഭിക്കുക എന്നുള്ളത് പേരൻസിൻ്റെ റൈറ്റ് ആകുന്നു. അതേസമയത്ത് പ്രായമാകുന്ന പേരൻസിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? മക്കളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റൈറ്റ് ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്? അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഓക്കെ, സം റൈറ്റ് ആൻഡ് കറസ്പോണ്ടിങ് ഡ്യൂട്ടീസ് ആർ ഗിവൻ അബവ്. റൈറ്റ് വിൽ നോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ഡ്യൂട്ടീസ്. ഉത്തരവാദിത്തങ്ങളില്ലാതെ ഒരിക്കലും എന്ത് നിലനിൽക്കുകയില്ല? അവകാശങ്ങൾ നിലനിൽക്കുകയില്ല. ഓക്കെ.